ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. മലശോധനയ്ക്ക് ശേഷം വൃത്തിയാക്കേണ്ടത് എങ്ങനെ? അയ്യേ, ഈ ഡോക്ടർ ഇത് എന്തൊക്കെയായി പറയുന്നത്? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ഇതൊക്കെ ഒരു ഡോക്ടർ ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? മോശം. ഇങ്ങനെയാവും എല്ലാവർക്കും ആദ്യം തോന്നുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു കത്താണ്. രണ്ടാമത്തത്, കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു രോഗിക്കുണ്ടായിരുന്ന ഒരു അനുഭവമാണ്. നമുക്കെല്ലാവർക്കും ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, ഇതെല്ലാം ശരി തന്നെ. ആരോഗ്യകരമായിട്ടുള്ള അറിവുകൾ നമുക്കുണ്ട് എങ്കിൽ പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് അറിവുണ്ടാകുകയില്ല. കഴിഞ്ഞ ദിവസം 28 വയസ്സുള്ള ഒരു പെൺകുട്ടി എനിക്ക് അയച്ച കത്ത് ഞാൻ വായിക്കാം. സർ, എനിക്ക് വളരെ നാളുകൾ കൂടിയിട്ടുള്ള സംശയമാണ്. വായിച്ചതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാമോ? 4 മാസം മുമ്പ് എനിക്ക് ഒമാനിൽ വച്ച് ഫിഷർ എന്ന രോഗം ഉണ്ടായി. അതിന് സർജറിയും ചെയ്തു. അതിനുശേഷം ചിലർ എന്നോട് പറയുകയുണ്ടായി, മലം പോയ ശേഷം പരമാവധി പുറമേ മാത്രം ക്ലീൻ ചെയ്താൽ പോരാ, ഉള്ളിൽ കൂടി വെള്ളം അടിച്ച് കഴുകി വൃത്തിയാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ വീണ്ടും ഫിഷർ രോഗം ഉണ്ടാകുമെന്ന്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ശരിക്കും അങ്ങനെ അവർ പറയുന്നത് ശരിയാണോ? മലദ്വാരവും പരിസരവും മലശോധനയ്ക്ക് ശേഷം വൃത്തിയാക്കേണ്ടത് എങ്ങനെ? ഇതിനെക്കുറിച്ച് ഡോക്ടർ ഒന്ന് വിശദീകരിക്കണം. ഇത് 28 വയസ്സുള്ള ഒമാനിൽ ജോലി ചെയ്യുന്ന വളരെ വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീ എനിക്ക് അയച്ച ഒരു കത്താണ്. ഇത് മാത്രമല്ല, കുറച്ച് നാൾ മുമ്പ്, ഒരു 2 വർഷം മുമ്പ്, കോവിഡിന് തൊട്ട് മുന്നേ എന്നെ കാണാനായിട്ട് ഒരു സ്ത്രീ വന്നിരുന്നു. അവർ ഡൽഹിയിൽ എംബസിയിൽ വർക്ക് ചെയ്യുന്ന വളരെ വിദ്യാസമ്പന്നയും സാമ്പത്തികമായി ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് ഏതാണ്ട് 50 വയസ്സുണ്ട്. കടുത്ത ഫിഷർ രോഗം, അതായത് മലം പോയതിന് ശേഷം കടുത്ത തരത്തിലുള്ള വേദനയും നീറ്റലും, മലദ്വാരത്തിന് വരുന്ന വിണ്ട് കീറലിന് ചികിത്സയ്ക്കാണ് അവർ എൻ്റെ അടുത്ത് വന്നത്. പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നു, തൽക്കാലം കുറയുന്നു, പക്ഷേ മാറുന്നില്ല. ഇവരോട് ഞാൻ വിശദമായി ചോദിച്ചിരുന്ന സമയത്ത് ഇവർക്ക് വൃത്തി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി ഇവർ ചെയ്യുന്നത് മലശോധനയ്ക്ക് ശേഷം അത്യാവശ്യം ഡെറ്റോൾ ഉപയോഗിച്ച് ആ ഭാഗം വാഷ് ചെയ്യും. അതിനുശേഷം അവർ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് മലാശയത്തിൻ്റെ പരിസരം, അതായത് മലദ്വാരത്തിൻ്റെ പരിസരം തുടയ്ക്കും. എന്നിട്ട് വിരലിൽ ടിഷ്യൂ പേപ്പർ ചുറ്റിയിട്ട് മലദ്വാരത്തിന് അകവശം അവർക്ക് വിരലെത്താവുന്നിടത്തോളം ഭാഗം അവർ ക്ലീൻ ചെയ്യും. ഉൾവശം പൂർണ്ണമായും വൃത്തിയാക്കിയാൽ മാത്രമേ അവർക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. ഇത് അവർ പതിവായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് ഫിഷർ ഒട്ട് വിട്ടുമാറുന്നുമില്ല. ഇതിൽ നിന്നും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള അറിവുകളോ പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ, ഒരുപക്ഷെ നമുക്ക് മലവിസർജനത്തിന് ശേഷം വൃത്തിയാക്കേണ്ട രീതി എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചൊന്നും ആരും പറഞ്ഞു തരുന്നില്ല. ഒരു ഡോക്ടർമാരോടും അയ്യേ നാണക്കേട് കരുതിയിട്ട് ആരും ചോദിക്കാറുമില്ല. യഥാർത്ഥത്തിൽ ഇത് കുട്ടികളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ചെറുപ്പം മുതലേ വരേണ്ട ഒരു ശീലമാണ്. മലശോധനയ്ക്ക് ശേഷം മലദ്വാരവും പരിസരവും വൃത്തിയാക്കാൻ സാധാരണ ലോകമെമ്പാട് 2 തരത്തിൽ ചെയ്യും. ഒന്ന്, അവർ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ആ ഭാഗം നന്നായിട്ട് തുടച്ച് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യും. രണ്ടാമത്തത്, വെള്ളം ഉപയോഗിച്ച് കഴുകും. സാധാരണ നമ്മൾ ഇന്ത്യക്കാർ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്ന ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഈ 2 രീതി ചെയ്യുന്ന സമയത്തും നമുക്ക് ശരിയായിട്ട് മലവിസർജനത്തിന് ശേഷം മലദ്വാരവും പരിസരവും വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ നിതംബങ്ങൾ പരസ്പരം പൂർണ്ണമായും അകന്നു നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. പലരും മലവിസർജനത്തിന് ശേഷം എഴുന്നേറ്റ് നിന്ന് വാഷ് ചെയ്യുന്നതും, പലപ്പോഴും കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ ഇപ്പം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടയ്ക്കുകയാണെങ്കിലോ ഇല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണെങ്കിലോ എഴുന്നേറ്റ് നിന്ന് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും മലദ്വാരവും പരിസരവും വൃത്തിയാക്കാനായിട്ട് സാധിക്കില്ല. എപ്പോഴും ഇരിക്കുന്ന ഒരു പൊസിഷൻ, അതായത് നിതംബങ്ങൾ രണ്ടും ഒരല്പം അകന്ന് നിൽക്കുന്ന പൊസിഷനിൽ മാത്രമേ നിങ്ങൾക്ക് മലദ്വാരം വൃത്തിയാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് കൃത്യമായിട്ട് നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുമ്പോഴും ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കുമ്പോഴും ചെയ്യേണ്ട രീതി അതാണ്. ഇനി വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരിക്കലും പലരും ചെയ്യുന്നതാണ്, വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുന്ന സമയത്ത് മലദ്വാരവും പരിസരവും കഴുകും എന്നുള്ളത് മാത്രമല്ല, മലദ്വാരത്തിനകത്തേക്ക് വിരലിട്ട് അതിനകത്ത് പറ്റിയിരിക്കുന്നതോടെ എടുത്തു കളയാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം, അത് ഇപ്പോൾ നിങ്ങൾ ഈ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടയ്ക്കാനോ ഇല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് ഉള്ളിലേക്ക് കഴുകാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മലദ്വാരത്തിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ള മസിലുകളാണ്. ഈ കട്ടിയുള്ള മസിലുകൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കാരണം ഇത് പുറത്തേക്ക്, ഉള്ളിലുള്ള ഘടകങ്ങൾ പുറത്തേക്ക് ലീക്കായി മലത്തിൻ്റെ കണികകളോ ഇല്ലെങ്കിൽ അകത്തുള്ള ഈ ഫ്ലൂയിഡ്സോ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾ വളരെ ഫോഴ്സ്ഫുള്ളി വിരൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ ഉള്ളിലേക്ക് തുടയ്ക്കാൻ ശ്രമിച്ചാൽ അവിടുത്തെ മസിലുകൾ വീക്കാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും താഴേക്ക് ഗ്യാസ് പോകുമ്പോൾ മലത്തിൻ്റെ ചില കണികകൾ കൂടി താഴേക്ക് ലീക്കായി വരുന്നത് ഈ ഭാഗത്തുള്ള മസിലുകൾ ലൂസായി കഴിഞ്ഞാൽ സംഭവിക്കാവുന്നതാണ്.
മാത്രമല്ല പലപ്പോഴും വിരൽ ഉപയോഗിച്ച് നിങ്ങൾ ഉൾവശം ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ മസിലുകൾക്കിടയിൽ അവിടുത്തെ മ്യൂക്കസ് മെംബ്രെയിനിൽ ചെറിയ വീണ്ടുകീറൽ മുറിവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഏനൽ ആബ്സസ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കാം. മാത്രമല്ല ആ ഭാഗത്ത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ വീണ്ടുകീറൽ മലദ്വാരത്തിൽ ഉണ്ടാകാം. ഇതും ഫിഷർ പോലുള്ള വേദനയ്ക്ക് കാരണമാകാം. മാത്രമല്ല ഇനി ക്ലീൻ ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. നിങ്ങൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ചിരുന്നാലും വെള്ളം ഉപയോഗിച്ച് കഴുകിയിരുന്നാലും മുന്നിൽ നിന്ന് പുറകിലേക്ക് വേണം വാഷ് ചെയ്യാൻ. ഇങ്ങനെ പറയാൻ കാരണം പലപ്പോഴും നിങ്ങൾ പുറകിൽ നിന്ന് മുന്നിലേക്ക് വാഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മലദ്വാരത്തിന് പരിസരത്തുള്ള ബാക്ടീരിയകൾ, അത് നിങ്ങൾക്കറിയാം മലത്തിൽ കാണുന്ന ഈ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയകൾ പലപ്പോഴും മുൻവശത്തേക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യോനിയിലേക്കോ അല്ലെങ്കിൽ മൂത്രനാളിയിലേക്കോ ഈ ബാക്ടീരിയകൾ വരാനും അത് മൂത്രത്തിൽ പഴുപ്പ് വിട്ടുമാറാതെ വരുന്നതിനും യോനിയിൽ ഇൻഫെക്ഷൻ, വെള്ളപ്പൊക്ക് പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. പലപ്പോഴും മൂത്രത്തിൽ പഴുപ്പായിട്ട് ഡോക്ടറെ കണ്ടിട്ട് മൂത്രം കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഈ കോളൈ ബാക്ടീരിയയുടെ സാന്നിധ്യം കൂടുതലായിട്ട് കാണുന്നതിൻ്റെ കാരണം ഇത്തരത്തിൽ മലത്തിൻ്റെ കണികകൾ മുന്നിലേക്ക് വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് മുന്നിൽ നിന്ന് പുറകിലേക്കായിരിക്കാൻ മറക്കരുത്. പലപ്പോഴും തിരക്കേറിയ ജോലി സ്ഥലത്തെല്ലാം ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പലരും ചെയ്യുന്നത് ടോയ്ലറ്റിൽ പോകുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ വാഷ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഡ്രസ്സ് അണിയുന്നു. പോരാ, നിങ്ങൾ വെള്ളം ഉപയോഗിച്ചാണ് നിങ്ങൾ കഴുകുന്നതെന്നുണ്ടെങ്കിൽ കഴുകിക്കഴിഞ്ഞ് നിങ്ങൾ മലദ്വാരത്തിൻ്റെ പരിസരം തുടച്ചു വയ്ക്കണം. നനവില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം നനവ് സ്ഥിരമായിട്ട് നിങ്ങൾ ഈ കഴുകിയതിന് ശേഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയകൾ വളരാൻ, കാരണം അവിടെ എയർ സർക്കുലേഷൻ ഇല്ല, പ്രത്യേകിച്ച് നമുക്ക് വായു സഞ്ചാരം ടച്ച് ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നനവ് നിൽക്കുന്നത് അവിടെ ബാക്ടീരിയ, ഫംഗസ് പോലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും. പതിവായിട്ട് മലദ്വാരത്തിൻ്റെ പരിസരത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവർക്ക് മനസ്സിലാക്കുക, ഇത്തരത്തിൽ നനവ് നിൽക്കുന്നത് കൊണ്ട് അവിടെ വരുന്ന ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, ടീനിയ പോലുള്ള കണ്ടീഷൻസും അവിടെ പ്രൂറൈറ്റിസ് ഏന എന്ന് പറയുന്ന ചൊറിച്ചിലുണ്ടാക്കുന്ന ചർമ്മരോഗം ക്രിയേറ്റ് ചെയ്യാം. പലപ്പോഴും മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ വന്നിട്ട് വിര കൊണ്ടാണെന്ന് കരുതി നിങ്ങൾ വിരയുടെ ഗുളിക കഴിച്ചിരുന്നാലും നിങ്ങൾക്ക് ഈ ചൊറിച്ചിൽ മാറാത്തതിന് കാരണം ആ ഭാഗത്ത് വരുന്ന സ്കിന്നിന് വരുന്ന ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ആണ്. നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ പോലും ഒരുപക്ഷെ 1-2 വയസ്സ് മുതൽ നിങ്ങൾ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ്, പോട്ടി ട്രെയിനിങ് നൽകാറില്ലേ? ഇതേപോലെ തന്നെ ഈ മലശോധനയ്ക്കുള്ള ട്രെയിനിങ് നൽകുന്നത് പോലെ തന്നെ പ്രധാനമാണ് മലശോധനയ്ക്ക് ശേഷം എങ്ങനെ കഴുകണം എന്നുള്ള ട്രെയിനിങ്ങും. കൊച്ചുകുട്ടികൾക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മലവിസർജനത്തിന് ശേഷം കുട്ടികളെ കഴിയുന്നത്ര ഇരുന്നു കൊണ്ട് തന്നെ, അതായത് നിതംബങ്ങൾ വികസിച്ച് അകന്ന് നിൽക്കുമ്പോൾ തന്നെ ആ ഭാഗം കഴുകാനായിട്ട് പഠിപ്പിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കഴുകിയിട്ട് തുടച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. കഴുകുന്ന സമയത്ത് വെറുതെ വഴിപാട് പോലെ അല്പം വെള്ളം ഒഴിച്ചാൽ പോരാ എന്നുള്ളതും ആ ഭാഗത്ത് പറ്റിയിരിക്കുന്ന മലത്തിന്റെ കണികകൾ പൂർണ്ണമായും കഴുകി കളയണം എന്നുള്ളതും കുട്ടികളെ പഠിപ്പിക്കണം. പൂർണ്ണമായും കുട്ടികൾ കഴുകി കളഞ്ഞില്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ പോയിരിക്കുമ്പോഴെല്ലാം അസഹ്യമായിട്ടുള്ള മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ വരാനും കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെയും വരും. പലപ്പോഴും ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന പെൺകുട്ടികൾക്കോ പയ്യന്മാർക്കോ ആണെങ്കിൽ തന്നെയും ഇത്തരത്തിൽ ക്ലീനിങ് ഒരു സ്വഭാവം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ പ്രോബ്ലം ചെറുപ്പക്കാർക്കും അനുഭവപ്പെട്ടു എന്ന് വരാം. കൊച്ചുകുട്ടികൾക്ക് മലവിസർജനത്തിന് ശേഷം മലദ്വാരം കഴുകുന്നത് പോലെ തന്നെ അതിനുശേഷം അവർ കൈകളും നന്നായിട്ട് കഴുകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമാണ്. ഇനി പലരും ഡോക്ടർമാരോട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്, മലദ്വാരത്തിന് ചുറ്റും കഴുകുന്ന സമയത്ത് ഏത് സോപ്പ്, ഏത് ഡിറ്റർജന്റ് ഉപയോഗിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മലദ്വാരത്തിന്റെ ചുറ്റും ക്ലീൻ ചെയ്യുന്നതിന് ഒരു സോപ്പും ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം സോപ്പുകളെല്ലാം തന്നെ ഈ ഭാഗത്തുള്ള കോശങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാനാണ് സാധ്യത. വെറും വെള്ളത്തിൽ തന്നെ നിങ്ങൾ കഴുകി തുടച്ചു വെച്ചാൽ തന്നെ ആ ഭാഗം നീറ്റായിക്കോടും, പ്രത്യേകിച്ച് പ്രോബ്ലംസ് വരാനില്ല. പലരും ചെയ്യുന്നത് ഈ മലദ്വാരത്തിന്റെ പരിസരത്തുള്ള ഈ ചെറിയ ആ ഭാഗത്തുള്ള ഏനൽ ഗ്ലാൻസ് ചെറിയൊരു ഗന്ധം പുറപ്പെടുവിക്കും. ഈ ഗന്ധത്തിന്റെ ഇഷ്ടമില്ലായ്മ കൊണ്ട് പലരും ഈ ഭാഗത്ത് ഈ നല്ല മണമുള്ള സോപ്പുകൾ, ലോഷൻസ്, ചിലർ ഡെറ്റോൾ പോലെ, ബീറ്റാഡിൻ പോലുള്ള ഈ ലായനികൾ ഉപയോഗിച്ച് എല്ലാം വാഷ് ചെയ്യാറുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഭാഗത്തുള്ള കോശങ്ങൾക്ക് കേടുവരുത്താറുണ്ട്. ചിലർ ഈ മലവിസർജനത്തിന് ശേഷം, തുടച്ചതിന് ശേഷം ഈ ഭാഗത്ത് സ്പ്രേ അടിക്കുകയോ ഡിവോഡറൻസ് ഉപയോഗിക്കുകയോ ചില ലേപനങ്ങൾ പുരട്ടുകയോ ചെയ്യുന്നതും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ ഭാഗത്തുള്ള കോശങ്ങൾക്ക് കേടുവരുത്താൻ മാത്രമേ കാരണമാകൂ. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരം ഭാഗങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഒട്ടനവധി ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ്, ഡെറ്റോൾ പോലുള്ള ലായനികൾ, ബീറ്റാഡിൻ പോലുള്ള സൊല്യൂഷൻസ് ഈ ഭാഗത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിച്ചു കളയും.
ഇത് മലദ്വാരത്തിന് ചുറ്റുമുള്ള ഭാഗത്ത് ബാക്ടീരിയകളും ഗുണകരമല്ലാത്ത ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളും ഫംഗസും എല്ലാം വളരാൻ കാരണമാകും. ചൊറിച്ചിലും ഇറിറ്റേഷനും സ്കിൻ കംപ്ലൈൻറ്റും പിടിപെടാനും കാരണമാകും. മാത്രമല്ല ആ ഭാഗത്ത് നിങ്ങൾക്ക് ചെറിയ കുരുക്കൾ പോലെ ആബ്സസ് വരുന്നതിനും കാരണമാകും. അതുകൊണ്ട് ഇത്തരം കണികകളൊന്നും ഈ ഭാഗത്ത് ഉപയോഗിക്കാതെ വെറുതെ കഴുകിയാൽ മതി. ചിലർ കഴുകുന്ന സമയത്ത് വളരെ ഫോഴ്സ്ഫുള്ളി ഈ മലദ്വാരത്തിന് ചുറ്റും വെള്ളം ഉപയോഗിച്ച് ഈ നമ്മൾ ഉരച്ച് കഴുകുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് പലപ്പോഴും മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകളെ ഇറിറ്റേറ്റ് ചെയ്യാനും പൈൽസ് പോലുള്ള രോഗങ്ങൾക്ക്, അതായത് അർശസ് പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ലളിതമായിട്ട് സിമ്പിളായിട്ട് കഴുകി തുടച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. വളരെ സിമ്പിളാണെങ്കിൽ പോലും ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഞാനിവിടെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കുടുംബങ്ങളുടെ, കുട്ടികളുടെ, അമ്മമാരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.